2006 ഫെബ്രുവരി 8 കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്ത് അമ്മ ശാന്തയും അവരുടെ മകളായിട്ടുള്ള രഞ്ജിനിയും രഞ്ജിനിയുടെ 2 ഇരട്ട കുഞ്ഞുങ്ങൾ 17 ദിവസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞുങ്ങളായിട്ട് വാടക വീട്ടിലായിരുന്നു താമസം. കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിനായിട്ട് ശാന്തമ്മ കുറച്ചു സമയമായി പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കുന്നു. വൈകാതെ തന്നെ പോയ കാര്യങ്ങളെല്ലാം തീർത്തുകൊണ്ട് ശാന്തമ്മ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. ഈ നടത്തത്തിലൊക്കെ ശാന്തമ്മയുടെ മനസ്സിലോടിയത് പ്രസവം കഴിഞ്ഞ് 17 ദിവസം മാത്രം പ്രായമുള്ള തന്റെ പേരക്കുട്ടികളും അതുപോലെ തന്റെ മകളെ കുറിച്ചുമാണ്. കാരണം പ്രസവം ഓപ്പറേഷൻ ആയിരുന്നു. ഈ ഓപ്പറേഷൻ നടത്തിയിട്ട് 2 ഇരട്ട കുഞ്ഞുങ്ങളെയാണ് പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ മകൾ രഞ്ജിനിക്ക് എപ്പോഴും കൂടെ ഒരാൾ വേണം. ഇത്രയും സമയം വൈകിയത് കൊണ്ട് തന്നെ അവരുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടന്നിട്ടുണ്ടാവും, ഇതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ശാന്തമ്മ നടക്കുന്നത്. ഉടനെ വീട്ടിലെത്തി മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ശാന്തമ്മ തന്റെ മകളുടെ പേര് വിളിച്ചു. എന്നാൽ അകത്തു നിന്നും യാതൊരു വിധത്തിലുള്ള റെസ്പോണ്ടും ഉണ്ടായിരുന്നില്ല. അല്പസമയം ഒന്ന് വിശ്രമിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ശാന്തമ്മ ഉമ്മറപ്പടിയിൽ കുറച്ചു സമയം ഇരുന്നു. എന്നിട്ട് അകത്തേക്ക് കയറിയ ശാന്തമ്മ കണ്ടത് മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു. തന്റെ മകൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അതേ അവസ്ഥയിലായിരുന്നു തന്റെ പേരക്കുട്ടികളും. രക്തം വാർന്നൊലിച്ച് ആ മുറിയാകെ രക്തത്തിന്റെ ഗന്ധമായിരുന്നു. ചലനമറ്റു കിടക്കുന്ന തന്റെ മകളെയും പേരക്കുട്ടികളെയും കണ്ടുകൊണ്ട് ശാന്തമ്മ ഒരു നിമിഷം നിശബ്ദമായി. പെട്ടെന്ന് തന്നെ അലറിക്കൊണ്ട് ശാന്തമ്മ മുറ്റത്തേക്ക് ഓടി. നിലവിളിച്ചുകൊണ്ട് ശാന്തമ്മ അവിടെ മാകെ ഓടി നടന്നു. ഇത് കേട്ട് നാട്ടുകാരെല്ലാരും അവിടെ തടിച്ചുകൂടി. ചിലർ വീടിനകത്ത് കയറി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ആരായിരിക്കും ഈ ക്രൂരത ചെയ്തത്? 17 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ പോലും നിഷ്കരുണം അറുത്തുകൊന്ന ആ കൊലയാളിയെ പോലീസ് കണ്ടെത്തി. പോകാം നമുക്ക് കേരളം ചർച്ച ചെയ്ത അഞ്ചൽ ട്രിപ്പിൾ മർഡർ കേസിന്റെ വേരുകൾ തേടി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അഞ്ചലിലെ ശാന്തമ്മയുടെ വീട്ടിൽ ആളുകളുടെ പ്രവാഹമായിരുന്നു. പോലീസ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ആ വീട് മൊത്തം അവർ തിരഞ്ഞു. യാതൊരു തെളിവും അവർക്ക് ലഭിച്ചില്ല. ശാന്തമ്മയും നാട്ടുകാരും പറഞ്ഞതനുസരിച്ച് അനിൽകുമാർ എന്നൊരു ചെറുപ്പക്കാരൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി. എന്നാൽ ആ മരണ സമയത്ത് ആരും തന്നെ അനിൽകുമാറിനെ കണ്ടില്ല. പോലീസ് ശാന്തമ്മയോട് അനിൽകുമാറിനെ കുറിച്ച് ചോദിച്ചു. ശാന്തമ്മ എല്ലാം വിവരിച്ചു തുടങ്ങി ആദ്യം മുതൽക്ക്. ഏകദേശം 2005 ആ സമയത്ത് ശാന്തമ്മയും മകൾ രഞ്ജിനിയും അലയമൺ എന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. രഞ്ജിനി അത്യാവശ്യം തയ്യലൊക്കെ ചെയ്തുകൊണ്ടാണ് ആ കുടുംബം പോറ്റിയിരുന്നത്. അങ്ങനെ ഇരിക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവളുടെ ജീവിതത്തിലേക്ക് മിലിറ്ററി ഉദ്യോഗസ്ഥനും അവരുടെ അയൽവാസിയുമായിട്ടുള്ള ദിവിൽ കുമാർ എന്ന ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. കാണാൻ സുന്ദരനും നല്ലൊരു ജോലിയുമുള്ള യുവാവ്. രഞ്ജിനിക്കും ദിവിൽ കുമാറിനും ഇടയിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിലുള്ള പ്രണയം തുടങ്ങി. ദിവിൽ കുമാർ നാട്ടിൽ വരുമ്പോഴൊക്കെ തന്നെ രഞ്ജിനിയുമായി സമയം ചെലവഴിച്ചു. ഒളിച്ചും പാത്തും അവർ അവരുടെ പ്രണയങ്ങൾ കൈമാറി. മാനസികവും ശാരീരികവുമായി അവരടുത്തു. എന്നാൽ അവരുടെ ആ പ്രണയത്തിന് കൂടുതൽ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ദിവിൽ കുമാറിന് പതിയെ പതിയെ രഞ്ജിനിയെ വല്ലാത്തൊരു സംശയമായി തുടങ്ങി. ഓരോ കാര്യത്തിനും ദിവിൽ കുമാർ രഞ്ജിനിയെ സംശയിച്ചു. കൂടാതെ വല്ലാത്തൊരു മാനസിക ടോർച്ചറിങ്ങും സ്റ്റാർട്ട് ചെയ്തു. ഇത്തരത്തിലുള്ള ടോർച്ചറിങ് രഞ്ജിനിയെ വല്ലാതെ തളർത്തി. അവർ രണ്ടുപേരും പരസ്പരം അകന്നു തുടങ്ങി. പിന്നീട് അവർ സംസാരിക്കാതെയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദിവിൽ കുമാറിന്റെ പഠാൻകോട്ടിലെ ക്യാമ്പിലേക്ക് രഞ്ജിനി ഫോൺ ചെയ്തു. അപ്രതീക്ഷിതമായായിരുന്നു ആ കോൾ ദിവിൽ കുമാറിന് വന്നത്. രഞ്ജിനി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. എത്രയും പെട്ടെന്ന് നിങ്ങൾ നാട്ടിലേക്ക് വരണം. നമുക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കണം. നമുക്ക് വേഗം തന്നെ വിവാഹം കഴിക്കണം. ഞാൻ ഗർഭിണിയാണ്. ഒറ്റ ശ്വാസത്തിൽ രഞ്ജിനി ഇങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോൾ ദിവിൽ കുമാറിന് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ലായിരുന്നു. ദിവിൽ കുമാർ ഒന്ന് ഞെട്ടി. കാരണം അയാൾ പൂർണ്ണമായും രഞ്ജിനിയിൽ നിന്നും അപ്പോഴേക്കും അകന്നിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ അങ്ങോട്ട് ദിവിൽ കുമാർ രഞ്ജിനിയെ വിളിച്ചു തുടങ്ങി. അയാൾ വളരെ സൗമ്യമായി അവളോട് പറഞ്ഞു, നീ ഈ കുഞ്ഞിനെ കളയണം. നമുക്കിടയിൽ ഇങ്ങനെ ഒരു കുഞ്ഞു വേണ്ട. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. എന്നാൽ രഞ്ജിനി അത് പൂർണ്ണമായും നിരസിക്കുകയായിരുന്നു. ആദ്യം വളരെ സൗമ്യത്തിൽ സംസാരിച്ചു തുടങ്ങിയ ദിവിൽ കുമാർ പിന്നീട് അങ്ങോട്ട് സംസാരത്തിന്റെ ഭാഷ അങ്ങ് മാറി തുടങ്ങി. പിന്നീട് അത് ഭീഷണിയായി മാറി. ഭീഷണികൾ പലതരത്തിലായപ്പോൾ രഞ്ജിനിക്ക് അത് വല്ലാത്തൊരു സമാധാനക്കേടായിരുന്നു. ഇത് എന്റെ കുഞ്ഞല്ല എന്നും നിനക്ക് പല പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്നും അവരിൽ ആരെങ്കിലും നിനക്ക് സമ്മാനിച്ച കുഞ്ഞാണെന്നും ഒക്കെ ദിവിൽ കുമാർ വളരെ മോശം രീതിയിൽ വാദിക്കാൻ തുടങ്ങി. എന്നാൽ എത്രത്തോളം മനസ്സ് മടുത്തിട്ടും രഞ്ജിനി ആ കുഞ്ഞുങ്ങളെ കളയാൻ തീരുമാനിച്ചില്ല. അവൾ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി നല്ലൊരു അമ്മയാവാൻ തീരുമാനിച്ചു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അമ്മ ശാന്തമ്മയും മകൾക്കൊപ്പം കൂടി. പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല, സഹായിക്കാൻ ആരുമില്ല. എന്നിരുന്നാൽ പോലും ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമെന്നും എന്നെങ്കിലും ഒരു ദിവസം സത്യം മനസ്സിലാക്കി തന്റെ തെറ്റുകളെല്ലാം തിരുത്തി
ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ അവരുടെ അച്ഛൻ ദിവിൽ കുമാർ വരുമെന്ന് രഞ്ജിനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്തൊക്കെയും ഫോൺ കോൾ ഭീഷണിയുമായി ദിവിൽ കുമാർ തുടർന്നുകൊണ്ടേയിരുന്നു. പ്രസവം അടുക്കാറായി. ദിവിൽ കുമാർ ഇത് തന്റെ കുഞ്ഞല്ല എന്ന് വീണ്ടും വീണ്ടും വാദിക്കുന്നു. ഇത്രയും കേട്ട് മനസ്സ് മടുത്ത ഒരു സ്ത്രീക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. രഞ്ജിനി അമ്മ ശാന്തമ്മയെയും കൂട്ടി സ്റ്റേറ്റ് വുമൺ കമ്മീഷനെ സമീപിച്ചു. കാര്യങ്ങളൊക്കെ വളരെ വിശദമായി അവിടെ ധരിപ്പിച്ചു. അവസാനം അവർ കുഞ്ഞിന്റെ DNA ടെസ്റ്റിനുള്ള അപ്രൂവൽ വാങ്ങിച്ചു. ദിവിൽ കുമാറിനെ ഈ വിവരം രഞ്ജിനി ധരിപ്പിച്ചപ്പോൾ അയാൾ ഒന്നും മിണ്ടിയില്ല. ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഭീഷണികളില്ല, ഫോൺ കോളുകളില്ല. ദിവിൽ കുമാർ തന്നെ മനസ്സിലാക്കി തുടങ്ങിയെന്ന് ആ പാവം പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടാകും. ദിവസങ്ങൾ കഴിഞ്ഞു. പ്രസവ സമയം വളരെ അടുത്തെത്തി. ഇനി എന്നെയും കുഞ്ഞിനെയും സഹായിക്കാൻ ആരും വരില്ല എന്ന് ശാന്തമ്മയ്ക്ക് മനസ്സിലായി. അന്ന് പോയ ദിവിൽ കുമാർ പിന്നീട് തിരിച്ചു വന്നില്ല. അയാളുടെ കോളുകളില്ല, അയാളുടെ ഭീഷണികളില്ല. പിന്നെ തങ്ങളെ സഹായിക്കാൻ ആരാ ഉള്ളത്? ശാന്തമ്മ വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം രഞ്ജിനിക്ക് പ്രസവ വേദന തുടങ്ങി. രഞ്ജിനിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഈ സമയത്തൊക്കെ ശാന്തമ്മ തന്റെ അകന്ന ബന്ധുക്കളോട് യാചിക്കുകയായിരുന്നു. കുറച്ചു ദിവസം തങ്ങളോടൊപ്പം നിൽക്കുമോ? എനിക്ക് ഒറ്റയ്ക്ക് ഈ കുഞ്ഞുങ്ങളെയും അമ്മയെയും നോക്കാൻ പറ്റില്ല. ഒരു കൈസഹായത്തിനെങ്കിലും. എന്നാൽ ആരും തന്നെ ആ അമ്മയുടെ വേദന കേട്ടില്ല. പക്ഷേ പ്രസവ സമയമാകുമ്പോഴേക്കും ദൈവം കൊണ്ടെത്തിച്ച പോലെ ഒരാൾ വന്നു. വീട് എവിടെയാണെന്നോ ആരെന്നോ എന്തെന്നോ ഒന്നും അറിയാത്ത ഒരാൾ. പേര് മാത്രം അറിയാം, അനിൽകുമാർ. ചിലപ്പോൾ അയാളെ എന്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം തന്നെ മുന്നിൽ കൊണ്ടെത്തിച്ചതാകാം. ശാന്തമ്മ സ്വയം പറഞ്ഞ് സമാധാനിച്ചു. മരുന്ന് വാങ്ങിക്കൊണ്ടുവരാനും ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാനും കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാത്തിനും അനിൽകുമാർ കൂടെ നിന്നു. ഒരു സഹോദരനെ പോലെ. കൂരിരുട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് മിന്നാമിനിങ്ങിന്റെ വെളിച്ചം വല്ലാത്തൊരു ആശ്വാസമായിരിക്കും. അതുപോലെ തന്നെയാണ് ശാന്തമ്മയുടെയും മകളുടെയും ജീവിതത്തിൽ അനിൽകുമാർ വന്നത്. അവർക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു അയാളെ കാണുമ്പോൾ. അയാൾ ചെയ്യുന്ന ഓരോ ഉപകാരങ്ങൾക്കും അവർ കണ്ണീരാൽ നന്ദി പറഞ്ഞു. അവർക്കിടയിലേക്ക് വന്ന അനിൽകുമാർ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തുടങ്ങി. അങ്ങനെ രഞ്ജിനി പ്രസവിച്ചു. ആരോഗ്യമുള്ള 2 പെൺകുഞ്ഞുങ്ങളെ. ഓപ്പറേഷൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ പലതരം മരുന്നുകൾ ആവശ്യമാണ്. അതെല്ലാം കണ്ടറിഞ്ഞ് അനിൽകുമാർ ചെയ്ത് കൂടെ നിന്നു. പ്രസവശേഷം വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ ശാന്തമ്മയെയും മക്കളെയും അനിൽകുമാർ ഒന്ന് തടഞ്ഞു. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി: പ്രസവശേഷം അച്ഛനില്ലാത്ത ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ ആ വീട്ടിൽ പോയാൽ നാട്ടുകാരുടെ കുത്തുവാക്കും കളിയാക്കലും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് DNA ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഈ കുട്ടികളെ അവരുടെ അച്ഛൻ ഏറ്റെടുത്ത ശേഷം നിങ്ങൾ നാട്ടിലേക്ക് പോയാൽ മതി. അതുവരെ നിങ്ങൾക്ക് ഇവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കാം. കൂടെ തന്നെ ഞാനുണ്ടാവും. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുറവുകളും അവിടെ ഉണ്ടാകില്ല. ഒരുപക്ഷെ സ്വന്തം വീടിനേക്കാൾ സേഫ് ആയിരിക്കും ഈ വാടക വീട്. ഇത്രയും പറഞ്ഞുകൊണ്ട് അനിൽകുമാർ മൗനമായി നിന്നു. കൂടുതൽ ഒന്നും ആലോചിക്കാൻ ശാന്തമ്മ നിന്നില്ല. അവരതിന് സമ്മതം മൂളി. അങ്ങനെ ശാന്തമ്മയും മകൾ രഞ്ജിനിയും അവളുടെ ഇരട്ട കുഞ്ഞുങ്ങളും അനിൽകുമാറിന്റെ കൂടെ വാടക വീട്ടിലേക്ക് പോയി. അവിടെ പുതിയ ജീവിതം ആരംഭിച്ചു. അതിനുശേഷം 17-ാം ദിവസം നടന്ന സംഭവങ്ങളാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. രഞ്ജിനിയുടെയും കുഞ്ഞുങ്ങളുടെയും കൊലപാതകം നടന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു. പോലീസ് പല ഭാഗങ്ങളിലേക്ക് അനിൽകുമാറിനെ അന്വേഷിച്ചോടി. അവരുടെ ഈ കേസിലെ ആദ്യത്തെ സസ്പെക്ട് എന്ന് പറയുന്നത് അനിൽകുമാർ ആയിരുന്നു. അനിൽകുമാറിന്റെ സ്വന്തം നാട് ഇതെന്ന് പറഞ്ഞാണ് അഞ്ചലിലേക്ക് ആ പാവങ്ങളെ അയാൾ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ ആ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഒരാൾക്കും അനിൽകുമാറിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അവസാനം അയാളുടെ എന്തെങ്കിലും വസ്തുക്കൾ ആ വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് ആ വീടൊന്ന് പരിശോധിച്ചു. കൊലപാതകികൾ എത്ര തന്നെ സമർത്ഥരായാലും അവരിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലുമൊക്കെ തെളിവുകൾ അവരവിടെ അവശേഷിപ്പിക്കും. അങ്ങനെ പോലീസിനും ഒരു തെളിവ് കിട്ടി. ഒരു പഴയ RC ബുക്ക്. അതിന്റെ ഓണറിനെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. അത് തിരുവനന്തപുരത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ വിറ്റുപോയ വണ്ടിയാണ്. ഇനി ആ ഷോപ്പിലെ ജോലിക്കാരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കേട്ടിട്ട് പോലീസ് തന്നെ ഞെട്ടിപ്പോയി. അവിടെയാണ് ഈ കഥയുടെ ആദ്യത്തെ ട്വിസ്റ്റ് നടക്കുന്നത്. ഈ വണ്ടി വാങ്ങിച്ചത് അനിൽകുമാർ അല്ല, രാജേഷ് P എന്നൊരാളാണ്. അയാൾ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. കൂടാതെ അയാൾക്കൊപ്പം മറ്റൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പോലീസ് കുഴഞ്ഞു തുടങ്ങി. ആരാണ് രാജേഷ് P? എന്തിനായിരിക്കാം അയാൾ ഈ അമ്മയ്ക്കും മകൾക്കും ഒപ്പം കൂടിയത്? കൂടെ വന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ ആരായിരിക്കാം അയാൾ? എന്നാൽ അവിടെ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ ശാന്തമ്മയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. രാജേഷ് P എന്നയാൾ ആ കുഞ്ഞുങ്ങളുടെ പിതാവായിട്ടുള്ള ദിവിൽ കുമാറിന്റെ ഉറ്റ സുഹൃത്താണ്. ഇരുവരും പട്ടാൻകോട്ടിലെ മിലിറ്ററി ഉദ്യോഗസ്ഥരാണ്. പോലീസ് ഇവർക്കായി തലങ്ങും വിലങ്ങും അന്വേഷണം ആരംഭിച്ചു. പ്രതികൾ ആരെന്ന് മനസ്സിലാക്കിയ ശേഷം പിന്നീട് അവർ എവിടെയാണെന്നുള്ള തിരച്ചിലായിരുന്നു. ഇന്ത്യയൊട്ടാകെ അവർ വാണ്ടഡ് നോട്ടീസുകൾ ഒട്ടിച്ചു. എന്നാൽ യാതൊരു തരത്തിലുള്ള വിവരവും പോലീസിന് ലഭിച്ചില്ല. നിരന്തരമായിട്ടുള്ള രഞ്ജിനിയുടെ ഫോൺ കോളും അതുപോലെ DNA ടെസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണിയുമായിരുന്നു ദിവിൽ കുമാറിനെ ഈ കുറ്റകൃത്യത്തിലേക്ക് എത്തിച്ചത്. ഇനി DNA ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ താൻ അവളെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് ദിവിൽ കുമാർ ഭയന്നു തുടങ്ങി. അങ്ങനെയാണ് ദിവിൽ കുമാർ തന്റെ ഭയം തന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള രാജേഷിനോട് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന പ്ലാനിങ്ങിലായിരുന്നു രാജേഷും ദിവിൽ കുമാറും. ഒടുക്കം അവർ എത്തിച്ചേർന്നത് അതിക്രൂരമായിട്ടുള്ള കാര്യത്തിലേക്കാണ്. അതിനുവേണ്ടി അവരവരുടെ പ്ലാനിങ്ങുകൾ ആരംഭിച്ചു. ആദ്യം തന്നെ
രഞ്ജിനിയുടെയും അമ്മയുടെയും അടുത്ത് സ്നേഹം നടിച്ച് അവരെ തങ്ങളുടെ വരുതിയിലേക്ക് എത്തിക്കുക. പ്രസവശേഷം രഞ്ജിനിയും അമ്മയും അവരുടെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തങ്ങളുടെ പ്ലാനിങ്ങുകൾ ഒന്നും തന്നെ നടക്കില്ല എന്ന് രാജേഷിനും ദിവിൽ കുമാറിനും ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് തരത്തിൽ സംസാരിച്ച് ആ പാവം സ്ത്രീയെ കൊണ്ട് വാടക വീട്ടിലേക്ക് താമസം മാറ്റിപ്പിച്ചത്. രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും ഇല്ലാതാക്കാനുള്ള നല്ലൊരു അവസരത്തിനായി രാജേഷും ദിവിൽ കുമാറും കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. DNA ടെസ്റ്റിന് കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണെന്ന് രാജേഷ് അമ്മയെ ധരിപ്പിച്ചു. ശാന്തമ്മയും രാജേഷും കൂടെ പഞ്ചായത്ത് ഓഫീസ് വരെ പോകുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ ശാന്തമ്മയെ എത്തിയ ശേഷം രാജേഷ് തന്റെ സുഹൃത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഉടനെ വഴിയിൽ വെച്ച് ദിവിൽ കുമാറിനെയും കൂടെ കൂട്ടി. അങ്ങനെ രാജേഷും ദിവിൽ കുമാറും കൂടി നേരെ വാടക വീട്ടിലേക്ക്. പിന്നീട് നടന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ രംഗമായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അവർ വീടിനകത്തേക്ക് കയറി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന രഞ്ജിനിയുടെ കഴുത്ത് കത്തികൊണ്ട് അറുത്തു കൊന്നു. ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ അവൾ അവിടെ രക്തം വാർന്നു മരിച്ചു. രഞ്ജിനി മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം അവർ ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും നിഷ്കരണം കൊന്നു. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നാടിനെ സംരക്ഷിക്കുന്നവർ തങ്ങളുടെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നു, അതും പിതാവായാൽ തന്നെ. പോലീസ് പല രീതിയിലും കേസന്വേഷണം ആരംഭിച്ചു. പല ഭാഗങ്ങളിലും പോലീസ് തിരഞ്ഞു നടന്നു. എന്നാൽ യാതൊരുവിധ സൂചനകളും ഇവരെ കുറിച്ച് ലഭിച്ചില്ല. ഒടുക്കം മിലിറ്ററി ക്യാമ്പിൽ നിന്നും ഇവർ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞുള്ള ലുക്കൌട്ട് നോട്ടീസ് വരെ പുറത്തേക്ക് വന്നു. ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ എവിടെ? പട്ടാൻകോട്ടിൽ നിന്നും അവസാനം ഇവർ പണം പിൻവലിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. അങ്ങനെയെങ്കിൽ അവർ നേപ്പാൾ വഴി ഇന്ത്യ വിട്ടു കാണും. പോലീസ് അവസാനം ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തി. പല രാജ്യങ്ങളിലേക്കും പല രീതിയിലും ഇവർ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ രാജേഷിനെയോ ദിവിൽ കുമാറിനെയോ കുറിച്ചുള്ള യാതൊരുവിധ കാര്യങ്ങളും പോലീസിന് ലഭിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. എന്തിന്? ആ നാട്ടുകാർ പോലും ഈ കേസ് മറന്നു തുടങ്ങി. രഞ്ജിനിക്കും 17 ദിവസം മാത്രം പ്രായമായ ആ പെൺകുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കാതെ ഈ കേസ് കോൾഡ് കേസായി മാറുകയായിരുന്നു. എന്നാൽ തന്റെ മകളെയും കൊച്ചുമക്കളെയും നഷ്ടപ്പെട്ട ശാന്തമ്മ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വർഷങ്ങൾ എത്ര പിന്നിട്ടിട്ടും രാജമ്മ ജീവിതത്തിൽ തനിച്ചായി നിന്നു. അവർക്ക് ഈ കേസ് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലായിരുന്നു. ശാന്തമ്മ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കേരള ഹൈക്കോടതി കേസ് CBIക്ക് കൈമാറി. 2010 CBI അന്വേഷണം ആരംഭിച്ചു. CBI പല രീതിയിലും കേസ് അന്വേഷിച്ചുവെങ്കിലും അവർക്ക് കുറ്റവാളിയിലേക്ക് എത്താനുള്ള യാതൊരുവിധ തെളിവുകളും ലഭിച്ചില്ല. അവരെവിടെയെന്നോ എങ്ങനെയെന്നോ ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് 2023 വരെ ഈ കേസ് ഇങ്ങനെ തന്നെ തുടർന്നു. പലരും ഈ കേസ് മറന്നു. CBI കേരളത്തിലെ ടെക്നിക്കൽ ഇന്റലിജൻസ് വിങ്സിന്റെ സഹായത്തോടെ 2006 ദിവിൽ കുമാറിന്റെയും രാജേഷിന്റെയും ഫോട്ടോകൾ നൽകി. 19 വർഷത്തിന് ശേഷമുള്ള ചില മാറ്റങ്ങൾ നൽകി ആ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. മാച്ചിങ് ആകുന്നുണ്ടോ എന്ന് നോക്കി. പെട്ടെന്നാണ് പുതുച്ചേരിയിലെ ഒരു ഡിസൈനർ ആയിട്ടുള്ള പ്രവീൺ കുമാർ എന്ന ഒരാളുടെ ഫോട്ടോയുമായും അതിലൊരു ഫോട്ടോ മാച്ച് ആയത്. അതൊരു കല്യാണ ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവീൺ കുമാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി, അയാൾ അറിയാതെ. രാജേഷ് പേര് മാറ്റി പ്രവീൺ കുമാർ എന്ന പേരിൽ നടക്കുകയായിരുന്നു അത്. രാജേഷിൽ നിന്നും തൊട്ടടുത്ത ദിവിൽ കുമാറിലേക്കും എത്തി. വിഷ്ണുകുമാർ എന്ന പേരാണ് ദിവിൽ കുമാറിന് അവിടെ. അധ്യാപികമാരെ കല്യാണം കഴിച്ച് വളരെ സുഖകരമായി ജീവിക്കുന്നു. നല്ല കുടുംബം, അത്യാവശ്യ വരുമാനം, ശാന്തമായ ജീവിതം. ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടും പിടിക്കപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസവും. സമ്മതിക്കണം ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ. 19 വർഷമായി പോലീസ് ഇന്ത്യയിലും വിദേശങ്ങളിലും ആകെ ഇവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും ഈ കുറ്റകൃത്യം നടന്നിട്ട് അവിടെ നിന്നും വെറും 580 കിലോമീറ്റർ മാത്രം അകലെയുള്ള പുതുച്ചേരിയിൽ ഇവർ സ്വന്തം കുടുംബം ഉണ്ടാക്കിയിട്ട് അവിടെ അടിപൊളിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് വളരെ അതിശയോക്തം. ടെക്നോളജി ഇത്ര ഡെവലപ്പ് ആയില്ല എങ്കിൽ ഇന്നും ഈ കേസിന് ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കില്ല. കൊടും കുറ്റവാളികളായിട്ടുള്ള രാജേഷും ദിവിൽ കുമാറും പുതുജീവിതത്തിന്റെ ആനന്ദലഹരിയിൽ ജീവിക്കുമായിരുന്നു. സത്യം അത് എത്ര തന്നെ മൂടി വെച്ചാലും മറനീക്കി ഒരു കാലം പുറത്തു വരിക തന്നെ ചെയ്യും. ഇവിടെ രഞ്ജിനിക്കും ആ പിഞ്ചു മാലാഖമാർക്കും നീതി ലഭിച്ചു. ശാന്തമ്മയുടെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും അവസാനം ദൈവം കനിഞ്ഞു. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളുടെ വേരുകൾ തേടിയുള്ള യാത്രയിൽ നിങ്ങൾക്കും എനിക്കൊപ്പം കൂടാം. താങ്ക്സ്.